ஹாய் எவ்ரி ஒன், எல்லாருக்கும் வணக்கம். எல்லாரும் நல்லா இருக்கீங்கன்னு நம்புகிறேன். அன்ஃபார்ச்சுனேட்லி நான் ஊரில் இல்லை, அவே ஆன் அன் அவுட்டோர் ஷூட். കാവ്യ മാധവൻ, ദിലീപ്, മഞ്ജു വാര്യർ ഇവരുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് തമിഴിൽ നടന്നിരിക്കുന്നത്. വിജയും തൃഷയും തമ്മിലുള്ള അവിഹിതം ഭാര്യ സംഗീത കയ്യോടെ പൊക്കി. പല സാഹചര്യങ്ങളിലും രണ്ടുപേരെയും കണ്ടവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്റർവ്യൂയും പല സ്ഥലങ്ങളിലും സീക്രട്ട് ട്രിപ്പുകൾ പോയിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞൊഴുകുകയാണ്. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ് തൃഷ പലയിടത്തും കറങ്ങി നടന്നപ്പോൾ അവിടെയൊക്കെ വിജയുടെ സാമീപ്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിജയുടെ വിവാഹമോചനത്തെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ് ട്രെൻഡിങ്, അതാണ് ഇപ്പോൾ വിവാദമായി നടക്കുന്നേ എന്നൊക്കെ. എന്താണ് വിവാഹമോചനത്തിന് കാരണം? അവഹിതം. അവഹിതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവണമെങ്കിലുണ്ടല്ലോ, നമ്മുടെ മലയാളത്തിൽ കാവ്യ മാധവൻ, ദിലീപ്, മഞ്ജു വാര്യർ ഇവരുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് തമിഴിൽ നടന്നിരിക്കുന്നത്. ഇവിടെ ദിലീപ് ആണെങ്കിൽ അവിടെ വിജയും തൃഷയും തമ്മിലുള്ള അവിഹിതം ഭാര്യ സംഗീത കയ്യോടെ പൊക്കി. 2021 കേട്ടോ ഇത് ആദ്യമായിട്ട് പൊക്കുന്നത്. അന്ന് വിജയ് ഭാര്യയോട് പ്രോമിസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇല്ല ഇനി അങ്ങനത്തെ ഒരു റിലേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി അത് തുടർന്നുകൊണ്ടേയിരുന്നു. ആരും അറിയാതെ തൃഷയുമായിട്ടുള്ള അവിഹിതം തുടർന്നുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലും രണ്ടുപേരെയും കണ്ടവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവിഹിതങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മലയാളത്തില് ദിലീപിന്റെയും കാവ്യയുടെയും മഞ്ജുവിന്റെയും ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് ആ സമയങ്ങളിൽ എന്തൊക്കെയാണോ വന്നുകൊണ്ടിരുന്നത്, മഞ്ജു ഡിവോഴ്സിന് കൊടുത്തു ആ ഒരു സമയത്ത് എന്തൊക്കെയാണോ സംഭവിച്ചത് അതേ രീതിയിൽ തന്നെ അതേപോലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ജില്ലാ കോടതിയിൽ ഏപ്രിൽ 20 ഹർജി വെച്ചിട്ടുണ്ട്. വിജയോടെ 20 അവിടെ ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ്. മാനസിക പീഡനം എന്നുള്ള വകുപ്പൊക്കെയാണ് കേട്ടോ ചുമത്തിയിരിക്കുന്നത്. ആ പെൺകുട്ടി ആരാണെന്ന് പുറത്തു വരണം എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് ഇവരെ അടുത്തറിയുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഒരു പേരാണ്, തൃഷയുടെ പേരാണ് പറഞ്ഞു വരുന്നത്. തൃഷയും വിജയും പല സ്ഥലങ്ങളിലും സീക്രട്ട് ട്രിപ്പുകൾ പോയിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ വരെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞൊഴുകുകയാണ്. ഓരോരുത്തർ അതൊക്കെ എടുത്ത് ഇപ്പൊ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് സത്യം പറഞ്ഞ ചീഞ്ഞ് നാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് വിജയനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവോഴ്സ് ഫയല് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് മനഃപൂർവ്വം വിജയനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വരുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളതല്ലേ. ഈ സമയത്ത് ഇപ്പൊ ഇതിനൊരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു 2025 മുതൽ ഇവർ പിരിഞ്ഞാണ് നിൽക്കുന്നത്. 2021 മുതൽ ഇവർ അകന്ന് ജീവിച്ചെങ്കിലും ഒരു വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 2025 മുതലാണ് ഇവർ പിരിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഇങ്ങനൊരു ഹർജി കൊടുക്കണമെന്നുണ്ടെങ്കിൽ DMKക്ക് ഇട്ടുകൊടുത്തതല്ലേ. കൊടുക്കുമ്പോൾ അസല് പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം. ഇവിടെ രാഷ്ട്രീയ ഭാവിയെ ഇത് നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. വിജയ് എന്തായാലും ഇതിന് പ്രതികരിച്ചൊന്നും എത്തിയിട്ടില്ല. എന്നാൽ വിജയ് ആരുമായിട്ടാണ് അവിഹിതം, തൃഷയായിട്ടാണെന്നുള്ളത് ഏറെക്കുറെ പലരും പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെന്താണ് സത്യം എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. പക്ഷെ പലപ്പോഴും പലയിടത്തും സോളോ ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് അതേ സ്ഥലങ്ങളിൽ, അതേ ഹോട്ടലിലും അതേ എയർപോർട്ടിലൊക്കെ തന്നെ ഏതാണ്ട് ആ സമയത്തൊക്കെ വിജയും കണ്ടവരുണ്ട്. അല്ലെങ്കിൽ വിജയ് എടുത്ത പിക്ചർ, ഫോട്ടോസും കാര്യങ്ങളും എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ ഉണ്ടാവും എന്ന് പറയില്ലേ. എന്ത് തെറ്റ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ അവിടെ കിടക്കും. നമ്മളൊന്ന് അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കിട്ടും. അതേപോലെ തന്നെ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞ് തൃഷ പലയിടത്തും കറങ്ങി നടന്നപ്പോൾ അവിടെയൊക്കെ വിജയുടെ സാമീപ്യം തിരിച്ചറിഞ്ഞവരും അല്ലെങ്കിൽ തെളിവുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. എന്നാൽ വിജയുടെ മക്കള് രണ്ടുപേരും സംഗീതയുടെ കൂടെയാണ്, വിജയുടെ ഭാര്യയുടെ കൂടെയാണ്. മലയാളത്തില് മഞ്ജുവിന്റെ കൂടെ അല്ല മകള് പോയത്, ദിലീപിന്റെ കൂടെയാണ്. കാവ്യയുടെയും ദിലീപിന്റെയും കൂടെയാണ് മകള് താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സംഗീതയുടെ കൂടെയാണ് മക്കള് പോയിരിക്കുന്നത് കേട്ടോ. 2 മക്കള് സംഗീതയുടെ കൂടെയാണ് പോയിരിക്കുന്നത്. വിജയുടെ വിവാഹമോചനത്തിനേക്കാൾ അപ്പുറം ഇപ്പോ വിജയുടെ അവിഹിതം ആണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ആ സ്ത്രീ എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഇപ്പൊ വിജയനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പേഴ്സണലി എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ഇപ്പോൾ ഇവിടെ ദിലീപും കാവ്യയും ഭയങ്കര മാച്ചാണ് എന്നൊക്കെ പറഞ്ഞ് വാണോളം പുകഴ്ത്തിയ കുറെ പേരുണ്ട്. അവസാനം ദിലീപിന്റെ ജീവിതത്തിൽ തന്നെ കാവ്യ വന്ന പോലെ തൃഷയും വിജയും ഭയങ്കര മാച്ചാണ്, എന്ത് രസമാണ് അവരുടെ ഓരോ സിനിമകൾ കണ്ടിരിക്കാൻ, രണ്ടാളും ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ഇനി നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.
ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വിജയും തൃഷയും തമ്മിലുള്ള അവിഹിതം. ഇവരെ നേരിട്ടറിയുന്നവരും ഇവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും ഒക്കെ പലതരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ അതിന് പങ്കുവെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതൊക്കെ നടക്കട്ടെ, നമുക്ക് നോക്കാം. ഡിവോഴ്സിനേക്കാൾ ഉപരി ഒരുപക്ഷെ വിജയുടെ മുഖം ചീത്തയാക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കാം ഇപ്പോൾ സംഗീത ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിരിക്കുന്നതെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ വലിയൊരു ബോംബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. നടന്മാര് ഒരുമിച്ച് അഭിനയിക്കുന്നു, അവരുടെ സിനിമകൾ ഹിറ്റാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് റൂമറുകൾ പലതും വരും എന്ന് കരുതിക്കൊണ്ട് എല്ലാ റൂമറുകളും ശരിയാവണം എന്നില്ല, എന്നാൽ എല്ലാ റൂമറുകളും തെറ്റാവണം എന്നില്ല. ചിലതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിജയുടെയും തൃഷയുടെയും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ലിയോയിൽ ഒരുമിച്ച് അവർ രണ്ടാളും അഭിനയിക്കുന്നത്. അതിന് സക്സസ് പാർട്ടിയൊക്കെ വളരെ ഗംഭീരമായിട്ടൊക്കെ ആഘോഷിച്ചു. അതിൽ വിജയുടെ വൈഫ് ഉണ്ടായിരുന്നില്ല. തൃഷയും വിജയും തമ്മിൽ ബന്ധം വീണ്ടും അതിനുശേഷം വഷളായി എന്നൊക്കെയാണ് സംഗീത പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്.